രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്ത തീരുമാനം അറിയിക്കണമെന്ന് അലഹാബാദ് ഹൈക്കോടതി. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിലെ ബിജെപി നേതാവായ എസ് വിഘ്നേഷ് ശിശിർ അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് പുറമെ ബ്രിട്ടീഷ് പൗരത്വവുമുണ്ടെന്നും അതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നുമായിരുന്നു എസ് വിഘ്നേഷിന്റെ ആവശ്യം. വിഷയത്തിൽ CBI അന്വേഷണം നടത്തണമെന്നും BJP ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് ഹർജിക്കാരൻ നൽകിയ നിവേദനം സർക്കാർ പരിശോധിച്ച് വരികയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ SB പാണ്ഡെ വ്യക്തമാക്കിയത്. ഇതോടെ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് അറിയിക്കാൻ കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. ജസ്റ്റിസുമാരായ അത്താവു റഹ്മാൻ മസൂദി, സുഭാഷ് വിദ്യാർത്ഥി എന്നിവരടങ്ങിയ ഹൈക്കോടതിയുടെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡിസംബർ 19-ന് അടുത്ത വാദം കേൾക്കുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം എടുത്ത തീരുമാനം അറിയിക്കണമെന്നാണ് നിർദ്ദേശം. 2022-ൽ VSS ശർമ്മ സമർപ്പിച്ച ഹർജിയും ശിശിറിന്റെ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസ് നേതാവിന്റെ പൗരത്വത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടതായി ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ജൂലൈയിൽ സമാനമായ ആവശ്യവുമായി ശിശിർ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. പൗരത്വ നിയമം 1955 പ്രകാരം കോമ്പീറ്റന്റ് അതോറിറ്റിയെ സമീപിക്കണമെന്നായിരുന്നു കോടതി അന്ന് വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച UK സർക്കാരിന്റെ ചില രഹസ്യ ഇമെയിലുകളും മറ്റു രേഖകളും തന്റെ കൈവശമുണ്ടെന്നാണ് ശിശിറിന്റെ വാദം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2 തവണ കോമ്പീറ്റന്റ് അതോറിറ്റിയെ സമീപിച്ചുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ശിശിർ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഹർജിയിലാണ് വിഷയം CBI അന്വേഷിക്കണമെന്ന ആവശ്യവും കർണാടകയിൽ നിന്നുള്ള BJP നേതാവ് ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമായതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും കോടതിയെ സമീപിച്ചിരുന്നു.